നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. മായന്നൂർ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും ഞായറാഴ്ച നടക്കും. മായന്നൂർ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും ഫെബ്രുവരി 18 ഞായറാഴ്ച കുംഭം 5 നടക്കും. ഏകദേശം 1500 പരം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന അതിപുരാതനമായ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം പഞ്ചപാണ്ഡവന്മാരുടെ പാദസ്പർശമേറ്റ് പുണ്യമായ നിള എന്ന് വിളിക്കുന്ന ഭാരതപ്പുഴയുടെയും ഗായത്രി പുഴയുടെയും സംഗമസ്ഥാനമായ കൂട്ടിൽമുക്ക് മായന്നൂരിൽ സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് അഭിമുഖമായി നെൽപ്പാടങ്ങളും സമൃദ്ധിയുടെ പര്യായമായി ഭക്തർക്ക് അനുഗ്രഹമായി നിലകൊള്ളുകയാണ്. ഏറെക്കാലം ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ഈ ക്ഷേത്രം ഒരു ഉത്തമ ദൈവഭക്തന്റെ നേതൃത്വത്തിൽ 2017 മാർച്ചിൽ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നടത്തി പ്രൌഢിയും ചൈതന്യവും വീണ്ടെടുക്കുകയുണ്ടായി. 2023 ജൂൺ മുതൽ നിലവിൽ വന്ന പുതിയ ക്ഷേത്രക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് രണ്ടാംഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നത്. നാഗപ്രതിഷ്ഠ, ക്ഷേത്ര കൊടിമരം, ക്ഷേത്ര ഗോപുരങ്ങൾ, ക്ഷേത്ര സ്റ്റേജ് നിർമ്മാണം, ശ്രീകോവിലിനു ചുറ്റും കല്ലുവിരിക്കൽ, ഗോശാല നവീകരണം, അന്നദാന മണ്ഡപ നവീകരണം, ചുറ്റുമതിൽ, വനമാലി തീർത്ഥം, ബലിതർപ്പണക്കടവ് നവീകരണം തുടങ്ങിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പാരമ്പര്യ തനിമയോടെ ക്ഷേത്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ക്ഷേത്രക്ഷേമ സമിതിയുടെ ലക്ഷ്യം. ഞായറാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവ ഭാഗമായുള്ള പൊങ്കാല സമർപ്പണ ചടങ്ങുകളെക്കുറിച്ച് ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ശ്രീധരൻ ടി കെ സംസാരിക്കുന്നു. പഞ്ചപാണ്ഡവന്മാരുടെ പാദസ്പർശമേറ്റ് പുണ്യമായ ഭാരതപ്പുഴയുടെയും ചീരക്കുഴിപ്പുഴയുടെയും സംഗമസ്ഥാനമായ മൂലമണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് ഈ വരുന്ന ഞായറാഴ്ച 18-ാം തീയതി. എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷേത്ര ദർശനം ചെയ്യൂ, പുണ്യം നേടൂ. അതിലുപരിയായി പറയാനുള്ളത്, ക്ഷേത്രത്തിൻ്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണം തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയായി നാഗപ്രതിഷ്ഠയ്ക്ക് എല്ലാ സഹായ സഹകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചെയ്ത ശ്രീമതി രമാ മുരളീധരൻ അവർക്ക് ക്ഷേത്രക്ഷേമ സമിതിയുടെ എല്ലാ ആശംസകളും നേരുന്നു. അവർക്ക്, അവരുടെ കുടുംബത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ പൊങ്കാല നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പൊങ്കാല മഹോത്സവമാണ്. പിന്നെ രണ്ടാം ഘട്ട പുനരുദ്ധാരണത്തിന് നമ്മുടെ ഗോശാല നവീകരണമാണ്. അതുകൂടാതെ നമ്മുടെ പിന്നെ കൊടിമരമുണ്ട്. അതുപോലെ ഒരുപാട് പുനരുദ്ധാരത്തിൻ്റെ ഇതുണ്ട്. കോടിപതി ആവാം, പക്ഷേ പുനരുദ്ധാരത്തിന് പങ്കാളികളാവുന്ന എല്ലാവർക്കും കഴിയാത്തൊരിതാണ്. അപ്പോൾ വിശ്വാസികളായ എല്ലാവരും പുനരുദ്ധാരണത്തിൻ്റെ വേണ്ടി സഹകരിക്കുക, എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുക. നന്ദി, നമസ്കാരം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടു മനയ്ക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവ പരിപാടികൾ നടക്കുന്നത്. ക്ഷേത്രമേൽശാന്തി അജിത് കുമാർ നമ്പൂതിരി സഹകാർമ്മികനായിരിക്കും. ക്ഷേത്രക്ഷേമ സമിതി ട്രഷറർ ജയപ്രകാശ് പി പി പ്രതിഷ്ഠാദിന മഹോത്സവ പരിപാടികളെക്കുറിച്ച് വിശദമാക്കി. അന്ന് നമ്മുടെ പ്രതിഷ്ഠാദിനം ദിവസം രാവിലെ 4:30 ബ്രഹ്മശ്രീ പ്രമോദ് മുണ്ടനാട്ട് മനയുടെ നേതൃത്വത്തിൽ പൂജാദികൾ ആരംഭിക്കുകയാണ്. രാവിലെ 7:30 പൊങ്കാല ആരംഭിക്കും. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഫെബ്രുവരി 27 ക്ഷേത്രത്തിൽ പാതിരാക്കുന്നത്തുമന സുരേഷ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠ നടക്കും. വി മുരളീധരൻ, രമാദേവി തോടുകാട്ടിൽ എന്നിവരുടെ സമർപ്പണമായാണ് നാഗപ്രതിഷ്ഠ. CCV ന്യൂസ്, കൊണ്ടാഴി.